ഈശോമിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. പാപത്തിന്റെ ചുഴിയിൽ അകപ്പെട്ടവർക്ക് രക്ഷയിലേക്കൊരു വിളി. ചരിത്രാതീതനായ ദൈവം ചരിത്രത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. കാലങ്ങളും തലമുറകളും കാതോർത്ത് നിന്നപ്പോൾ രക്ഷയുടെ ശബ്ദം മാറ്റൊലികൊണ്ടു. നിരാശയുടെ കത്തിയെറിഞ്ഞ വേനലിൽ തളർന്നു നിൽക്കുന്ന മനുഷ്യന് വറ്റാത്തുറവയുടെ നീർച്ചാലായി ചരിത്രത്തിലേക്ക് ദൈവപുത്രൻ കടന്നു വന്നു. വിണ്ണിന്റെ കവാടം തുറന്ന് ഈ മണ്ണിലിറങ്ങി മാനവരക്ഷകനായി. അതെ, അതാണ് ക്രിസ്തുമസ്. മാനവകുലത്തിന്റെ രക്ഷയ്ക്കായി രക്ഷകനായി ദൈവം ഭൂമിയിൽ അവതരിച്ച പുണ്യമുഹൂർത്തം. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശവുമായി ദരിദ്രരിൽ ദരിദ്രനായി ബെത്ലഹേമിലെ ഒരു കാലിത്തൊഴുത്തിൽ ഉണ്ണിയേശു പിറന്നതിൻ്റെ ഓർമ്മ ദിനം. സമൂഹത്തിലെ എല്ലാവരാലും തഴയപ്പെട്ടവരെയും വേദന അനുഭവിക്കുന്നവരെയും തൻ്റെ സ്വന്തമായി ചേർത്ത് പിടിച്ച് അവർക്ക് നന്മ ചെയ്തുകൊണ്ടാണ് യേശു ഈ ഭൂമിയിൽ ജീവിച്ചത്. ക്രിസ്തുവിൻ്റെ അനുയായികളായ നാം ഓരോരുത്തരും സമൂഹത്തിൽ ഒറ്റപ്പെട്ടവർക്ക് താങ്ങും തണലും ആകേണ്ടവരാണെന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് ഓരോ ക്രിസ്മസും. എന്നാൽ ഇന്ന് എന്താണ് സംഭവിക്കുന്നത്? അടുത്ത് നിൽക്കുന്ന സ്വന്തം സഹോദരനെ പോലും തിരിച്ചറിയാനാകാത്ത വിധം അടഞ്ഞു പോയിരിക്കുന്നു നമ്മുടെ കണ്ണുകൾ. സ്നേഹരാജനായ ഈശോ സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും സദ്വാർത്തയുമായി പൊട്ടിയ കണ്ണുകൾ വിളക്കി ചേർക്കാനാണ് നമ്മെ പഠിപ്പിച്ചതെങ്കിൽ, സ്വാർത്ഥത നിറഞ്ഞ കാലഘട്ടത്തിൽ കണ്ണുകൾ തമ്മിലുള്ള അകലം കൂട്ടുകയാണ് നാം ചെയ്യുന്നത്. നക്ഷത്രങ്ങൾ തൂക്കിയും പുൽക്കൂടൊരുക്കിയും അതിമനോഹരമായ ട്രീ അലങ്കരിച്ചുമൊക്കെ ബാഹ്യമായ ക്രിസ്മസിനെ വരവേൽക്കാൻ നാം ഒരുങ്ങാറുണ്ടെങ്കിലും ഉണ്ണിയേശുവിന് വന്ന് പിറക്കുവാൻ തക്കവിധം നമ്മുടെ മനസ്സുകളെ നാം ഒരുക്കാറുണ്ടോ എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശമാണ് ഓരോ ക്രിസ്മസ് നമുക്ക് നൽകുന്നതെങ്കിൽ അത് സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടവരുടെയും വേദന അനുഭവിക്കുന്നവരുടെയും കൂടി ആഘോഷമായി തീരേണ്ടിയിരിക്കുന്നു. അവരുടെ ചുണ്ടിൽ വിരിയുന്ന പുഞ്ചിരിയേക്കാൾ വലുതായി ഒരു ക്രിസ്മസ് സമ്മാനമില്ല എന്ന തിരിച്ചറിവാണ് ഈ ക്രിസ്മസ് നമുക്ക് നൽകേണ്ടത്. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് മാലാഖമാർ നമ്മെ നോക്കിപ്പാടും, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്.